ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? സുഖം തന്നെയല്ലേ? അപ്പോൾ ഞങ്ങളെ ഇവിടേക്ക് കുറച്ച് പെയിൻ്റടിൻ്റെ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു സ്ഥലത്ത് സീറ്റും ഇതൊക്കെ പിരിച്ചേക്കണം, നല്ല ക്ലിയറായിട്ട് അടിച്ചു തരും. അതുമാതിരി ടേബിളുമേലൊക്കെ അവർ തന്നെ കേട്ടോ എല്ലാം സെറ്റ് ചെയ്യണം. നമ്മൾക്കൊരു ബുദ്ധിമുട്ടില്ല. പേപ്പറും കാര്യങ്ങളും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ കൊടുത്താൽ മതി. അത്രയുള്ളൊരു പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് പണിക്കാർക്ക് പൊറാട്ടയാണ്. എന്നാൽ ഞങ്ങൾക്കും പൊറാട്ടേനെ കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ഇന്ന് പൊറാട്ടയും കോഴിക്കറി ഉണ്ടായിരുന്നു, അതേപോലെ ബീഫ് കറി ഉണ്ടായിരുന്നു. ബീഫ് കറി പറഞ്ഞാൽ ഒരു വെറൈറ്റി കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഏതായാലും കാക്ക മീൻ കൊടുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഗ്രില്ലൊക്കെ അടക്കട്ടെ. അപ്പോൾ മീനാണിത്. ഇതൊരു വെറൈറ്റി ഒരു മീനാണ്, നല്ല ടേസ്റ്റുള്ള നല്ല നെയ്യുള്ളൊരു തരം മീനാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കൈ എടുക്കാൻ പോവാണ്. ഇതിൻ്റെ വയറിൻ്റെ ഭാഗമാണ് നമുക്ക് മീനിൽ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാകുന്ന ഭാഗം. അപ്പോൾ തലഭാഗം വേറെയും വയറുഭാഗം വേറെയൊക്കെ ആക്കിയിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ തല ഉമ്മ പറഞ്ഞു കറി വെക്കാമെന്ന് പറഞ്ഞ് മുളക് ഇടാണ് തലഭാഗം. അത് ഉമ്മയായിട്ടാ ചെയ്യണേ. അപ്പോൾ അത് കംപ്ലീറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഇത് സാധാരണ പ്രത്യേകിച്ചൊന്നുമില്ല. ഉള്ളിയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ അരിഞ്ഞിട്ടുകാണ്ട് സാധാരണ മുളകിടുന്ന മാതിരി തന്നെയാണ് മുളകിടുന്നത്. അപ്പോൾ അതൊന്ന് വലിയ ചട്ടിയിൽ വെച്ച് എന്തിനാ വെച്ചാൽ നമ്മൾ ഉടഞ്ഞു പോവാതെക്കാൻ വേണ്ടിയിട്ട് വലിയ ചട്ടിയിലാക്കിയാണ്ട് റെഡിയാക്കി വെക്കുന്നത്. അപ്പോൾ ഇത് അത് അവിടെ ഇരുന്ന് വെന്ത് വരട്ടെ. അത് അപ്പോഴേക്ക് നമുക്ക് മറ്റുള്ള പരിപാടികളൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് കാര്യങ്ങളുണ്ട് വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ, അതായത് നോൻപുങ്ങൾക്കുള്ള ഒരുക്കങ്ങളും കൂടി ഇന്ന് റെഡിയാക്കി വെക്കണം എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ മീൻകറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഉമ്മ അതിലേക്ക് ഉള്ളിയൊക്കെ അരിയാണ്. അപ്പോൾ മീൻകറീൻ്റെ സെക്ഷൻ ഉമ്മാക്ക് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അല്ലെങ്കിൽ മീൻ കൊണ്ടുവന്നാൽ പിന്നെ ഉമ്മ തന്നെയാണ് അതിൻ്റെ പരിപാടി ചെയ്യൽ. അപ്പോൾ ഇത് 3.5 കിലോ മീനുണ്ട്. ഒരൊറ്റ മീനാണ് കേട്ടോ, അത് പറയാതെക്കാൻ വയ്യ, ഒരൊറ്റ മീനാണ്. അപ്പോൾ ഇത് 4 സെക്ഷനായി വെച്ചിട്ടുണ്ട്. ഒരു സെക്ഷനെ നമുക്കൊരു ദിവസത്തേക്കുള്ള മീനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ എൻ്റെ ഒരു ഊഹമാണ്, തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്കൊരു സെക്ഷന് ഇങ്ങനെ എടുക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇങ്ങനെ സെറ്റാക്കിയാണ്ട് വെക്കുന്നത്. അതേമാതിരി 2 പാത്രത്തിൽ അങ്ങനെ 4 സെറ്റ് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അതേമാതിരി 2 സെറ്റിനുള്ളത് കായം തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വയറുഭാഗമാണ് കേട്ടോ. ഈ വയറുഭാഗമാണ് നമുക്ക് കറി വെച്ചാലും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഞാൻ അതൊരു ബോക്സിക്ക്, അത് ഇത്രയും ഒരു ബോക്സിക്ക് ഒരു മീനിൻ്റെ വയറാണ് കേട്ടോ. അപ്പോൾ ആ മീൻ എത്ര വലിപ്പം ഉണ്ടാവും, പക്ഷേ കഷ്ണം മുറിച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ കറി വെച്ചൊരു ചട്ടി, ഇനി ഇത്ര മീൻ ഞങ്ങൾ കായം തേക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫീസർക്ക് വെക്കാൻ പോവാണ്. അപ്പോൾ മീൻ കായം തേച്ചത് എങ്ങനെയാ വെച്ചാൽ ഫീസർക്കൊന്നും വെക്കണില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു പ്രത്യേക തരം മസാല സാധാരണ ഞാൻ നോൻപുങ്ങൾക്ക് റെഡിയാക്കി വെക്കണത് തന്നെയാണ്. അപ്പോൾ ആ ഒരു മസാലയും കൂടി ഇതിലേക്ക് റെഡിയാക്കിയിട്ട് ആ മീൻ കായം തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ മസാല റെഡിയാക്കാനുള്ള സാധനങ്ങളാണ് ഞാൻ ഒരു കയ്യിലത്തെ കൈ നിറച്ച് ചീരുള്ളി, അരക്കൈ വെളുത്തുള്ളി, അതേമാതിരി ഒരു 3/4 കയ്യിൽ ഒരു ഭാഗം ഇഞ്ചി, 2 വല്യുള്ളി, ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചാണ് നിങ്ങൾ എടുത്ത് കൊടുക്കേണ്ടത്. അത് കയ്യിൽ അങ്ങനെ ഇട്ട് അളവ് എടുത്തുക്കണ്. അപ്പോൾ അളവ് വേണ്ടിയിൽക്കാണ്. ഇതൊരു 5 കിലോ മീനിക്കായാലും ഇറച്ചിക്കായാലും ഉണ്ട്. പിന്നെ കുരുമുളക് 2 ടേബിൾ സ്പൂണ്, വലിയ ജീരകം 2 ടേബിൾ സ്പൂണ്, കരിവേപ്പിൻ്റെ ഇല ഒരു 5-6 തണ്ടുണ്ട്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. അത് നിങ്ങൾക്ക് എത്രയാണ് എരിവ് ഇതൊക്കെ ആവശ്യത്തിന് അതിനനുസരിച്ച്. പിന്നെ ഒരു കുടംപുളി, അതായത് ഒരു വലിയൊരു 2 നെല്ലിക്കൻ്റെ അത്രയ്ക്ക് വലുപ്പമുള്ള പുളി എടുത്തിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് കുറേശ്ശായിട്ട് അരക്കാൻ കഴിയുള്ളൂ. ഇത്ര ഒന്നായിട്ടൊന്നും മിക്സിയിൽ പോവില്ല. പിന്നെ അത് അരച്ചതിന് ശേഷം നമുക്ക് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ തക്കാളി നല്ല വെള്ളമുള്ളതാണ്. അപ്പോൾ വെള്ളമുള്ളിലേക്ക് നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടി അത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് അരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ബാക്കിയുള്ള മുളക് പൊടി അങ്ങനത്തെ ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇട്ട അളവ് പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ തന്നെ ഇട്ടിട്ടുണ്ട് മുളക് പൊടി. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ചാണ് നിങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് അത് മുഴുവനും ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം വല്യുള്ളിയും പുളിയും കൂടി നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് അത് ഒന്നായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചതിന് ശേഷം ഒന്നായിട്ടൊന്ന് കൈക്കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ കായം തന്നെ നമുക്ക് ഇറച്ചിക്കും ഈ കായം തന്നെ വെച്ച് തേച്ചാൽ മതി. പിന്നെ നമ്മളിപ്പോൾ ഇതിലേക്കുള്ള എരിവും ഉപ്പും ഒക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇനി മീനൊക്കെ കായം തേക്കുമ്പോൾ ഇതിലേറെ കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ. അപ്പം ഞാൻ കംപ്ലീറ്റ് ഇത് തുടച്ചിടാത്തത് ഇതിൽ നമുക്ക് മീൻ കായം തേച്ച് കൊടുക്കണം.
അപ്പോൾ അതിന് ഇനി ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കായം നമുക്ക് ഇതിൽ നിന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കായം ഇപ്പും എരിവും പുളിയൊക്കെ കറക്റ്റാന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിൻ്റെ ശേഷം മാത്രം നമ്മൾ ബോക്സിൽ ആക്കി വെക്കാൻ പാടുള്ളൂ. അത് ഉണങ്ങിയ ബോക്സിലാക്കി വെക്കണം കേട്ടോ. എന്നാലും 2-3 മാസം വരെ ഇതിരിക്കും. പക്ഷേ ഇത് ഇപ്പോൾ 2-3 മാസത്തിനുള്ളതൊന്നുമില്ല. ഇനിയിപ്പോൾ ഇറച്ചിക്കാണെങ്കിലും ഇത് തന്നെയല്ലേ നമ്മൾ എടുക്കണത്. അപ്പോൾ ഇത് കുറച്ചൊരു കുറവുള്ള പോലെ തോന്നി. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ബിരിയാണി മസാല, അതായത് ഗരം മസാലപ്പൊടിക്കും ബിരിയാണിക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന എൻ്റേതായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഞാനിത് വർഷങ്ങളോളം ചെയ്യുന്നതാണ്. അപ്പം ഞാൻ ഈ പാത്രത്തിലാണ് അളവെടുക്കുന്നത്. പക്ഷേ ഞാൻ എല്ലാ പ്രാവശ്യം ചെയ്യുമ്പോഴും അളവിൻ്റെ പ്രശ്നം എല്ലാവരും പറയണതുകൊണ്ടാണ് ഞാൻ പറയണത്. ഇതിന് ഒരു 3 പാത്രമാണ് ഞാൻ കറാമ്പട്ട എടുത്തിട്ടുള്ളത്. 2 പാത്രം ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അതേമാതിരി നല്ല നിറച്ച് ഒരു പാത്രം കസ്കസ്, അതായത് വെള്ള കസ്കസാണ് നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന കസ്കസ്. അതേമാതിരി 3/4 പാത്രം സഹജീരകം, ഇത് അരപ്പാത്രം ഗ്രാമ്പു, ഗ്രാമ്പുവാണ് ഇട്ടത് അരപ്പാത്രം. അതേമാതിരി കഷ്ടിച്ചൊരു അരപ്പാത്രത്തിന് തങ്കോല എടുത്തിട്ടുണ്ട്. നല്ല ഫുള്ളും ഒരു പാത്രം നിറയെ മേലെ നിൽക്കണ മാതിരി ഏലക്കായ എടുത്തിട്ടുണ്ട്. അതേമാതിരി വലിയ ജീരകവും ഒരു 3/4 പാത്രം എടുത്തിട്ടുണ്ട്. അത് കൊത്തമ്പാലിയാണ്, കൊത്തമ്പാലിയും ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ജാതിക്കയാണ് എടുത്തിട്ടുള്ളത്. ജാതിപ്പത്തിരിയും കൂടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അത് 1/2 കിലോ കുരുമുളകാണിത്. അതേമാതിരി ഒരു 250 ഏലക്കായ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പൊടിച്ച് വെക്കുന്ന പരിപാടിയാണ് ഇന്ന്. അപ്പോൾ ഞാൻ സാധാരണ ഒരിക്കലും ചെയ്യാത്തൊരു പരിപാടിയും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഫ്രഷായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പരിപാടി കേട്ടോ. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ കഴുകി ഉണക്കിയ സാധനങ്ങളാണ്. ഞാൻ സാധാരണ പച്ചയിലാണ് പൊടിക്കാറുള്ളത്. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി ഒന്ന് ചൂടാക്കിയാണ് പൊടിച്ചാൽ എന്താന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കുക, അധികമൊന്നും വറുത്തതൊന്നും വരണ്ട കേട്ടോ. ജസ്റ്റ് ഒന്നുണ്ട് നല്ലോണം ചൂടായാൽ മതി. എന്നിട്ട് ഇതേമാതിരി ഓരോ പാത്രത്തേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. സമയത്തൊക്കെ നമ്മൾ തീ കുറച്ച് വെക്കണം. ഇതൊന്നും നല്ല കരിഞ്ഞു പോവുകയൊന്നും ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. അപ്പോൾ മുളകും കറാമ്പട്ടിയും ഒക്കെ സെപ്പറേറ്റ് ഒന്ന് നന്നാക്കി ചൂടാക്കി എടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ചൂടാറിൻ്റെ ശേഷമായിട്ട് അതൊക്കെ പൊടിച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാ സാധനങ്ങളും ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. കുരുമുളകായാലും ഏലക്കായ ആയാലും ഒക്കെ ഒന്ന് ഇതാക്കി എടുക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ നമ്മൾ ഇത്രയും കാലം ഇത് പൊടിച്ചിൽ ഏറ്റവും നല്ല വാസനയും ഇതൊക്കെ ഉണ്ടായിരുന്നത് ഈ പ്രാവശ്യം പൊടിച്ചിലാണ്. അപ്പോൾ ഇതിലെനിക്കൊരു അബദ്ധം പറ്റിയത് എന്താ വെച്ചാൽ കസ്കസ് ഉണ്ടല്ലോ, വെള്ള കസ്കസ് നമ്മൾ ലാസ്റ്റ് ഇതൊന്ന് ചൂടായതിൻ്റെ ശേഷം ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ അത് ഞാൻ കൂടെ തന്നെ ഇട്ട് കൊടുത്തപ്പോൾ അതൊന്ന് പൊട്ടിപ്പൊരിഞ്ഞു അറിയില്ല, ഒന്ന് പൊട്ടി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചൂട് കൂടുതലായതുകൊണ്ട് അതിന് ചൂട് കൂടുതലാണ്. പക്ഷേ മറ്റേതൊന്നും ചൂടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചൂടാറാൻ വെക്കണം. അതിന് ശേഷം നമുക്ക് ഒന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോഴേക്ക് നമ്മൾ സിനുവിനൊന്ന് ചോറ് വേണ്ടാറുണ്ട്, ഓൻ പൊറാട്ടയും കറിയും തിന്നാണ്. ഇപ്പോൾ ഈ കറീൻ്റെ പ്രത്യേകത പറയാൻ നമ്മൾ ബീഫ് ഉപ്പും മുളകും മഞ്ഞളും മാത്രം ഇട്ട് വേവിച്ച് കൊടുത്തായിരുന്നു. അന്ന് രാവിലത്തെ മുട്ട റോസ്റ്റിൻ്റെ ഉള്ളിയും അതേപോലെ അന്ന് ഉച്ചക്കത്തെ ഇലക്കറിയും അന്ന് ഉച്ചക്കുണ്ടാക്കിയ പീച്ചക്ക കറിയും കൂടി ഇതിലേക്ക് ഒഴിച്ചുകാണ്ട് ഒന്നും കൂടി വേവിച്ചെടുത്താണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇത് പെയിൻ്റ് അടിക്കാർ പറഞ്ഞാൽ നമ്മളെ നാട്ടിലുള്ളവർ തന്നെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഇതൊക്കെ എടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ ചാവികളൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ മുന്നേ അവിടെ ചെറിയ ഡൈനിങ് ഹാളും വലിയ ഡൈനിങ് ഹാളും കൂടി ഇപ്പോൾ ഒന്നാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ പാർട്ടീസും ചെയ്ത ആ ചെറിയ ഡൈനിങ് ഹാളിൻ്റെ ഭാഗത്ത് തുടക്കണ കോലൊക്കെ തൂക്കിയിരുന്ന കോലാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇപ്പോൾ താക്കോലാണ് വെക്കൽ. അപ്പോൾ ഇവിടെ വെച്ചാൽ നമ്മൾ വീടിൻ്റെ പെയിൻറ്റ് ഉള്ളിലൊന്ന് കളറ് മാറ്റുകയാണ്. ഇപ്പോൾ ഒന്ന് ലൈറ്റാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഒരു പച്ച കളറായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരെന്നെ എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. അവരെന്നെ പെയിൻറ്റ് ഉറ്റുന്നതും എല്ലാം റെഡിയാക്കിയതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പൊടിച്ചെടുക്കാം. ഏലക്കായൻ്റെ പൊടി മാത്രം ഞാൻ ഫ്രിഡ്ജിക്ക് വെക്കും, ബാക്കിയെല്ലാം പുറത്താണ് വെക്കൽ. ഇപ്പോൾ നോമ്പാകുമ്പോൾ നമുക്ക് എന്തായാലും കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയൊക്കെ കുറച്ച് കൂടുതലാവും. ഇവിടെ കറിക്ക് ആണെങ്കിലും ഞങ്ങൾക്ക് പിന്നെ ഇമ്മാക്കും കാക്കാക്കും കറി നിർബന്ധമാണ്. കാരണം വെച്ചാൽ ചോറൊന്നും തിന്നൂല. ഞാനും കുട്ടികളും അറിയാനില്ല, ഇപ്പോൾ ഒരാളുള്ളൂ, ഞാനും എൻ്റെ മോനും തന്നെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് അധികം എന്തെങ്കിലും ചോറൊക്കെ കഴിക്കാൻ കേട്ടോ. അപ്പോൾ അതാ
നല്ലോ എണ്ണ ഒന്ന് ചൂടായതിൻ്റെ ശേഷം മീനൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഈ മീനിൻ്റെ ടേസ്റ്റ് ഒന്നും പറയാതെക്കാനും പറ്റൂല. ഈ കായം കൊണ്ട് നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് കമൻറ്റിൽ പറയണം കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നാന്ന്. അപ്പോൾ ഇത് ഞാൻ നോമ്പുകൾക്ക് വെച്ചിട്ടാണ് ഈ മസാല റെഡിയാക്കി വെക്കണത്. അപ്പോൾ ഈ മസാലയിൽ എന്താ വെച്ചാൽ കോഴിക്കായാലും മീനിക്കായാലും ഒക്കെ ഈ ഒരൊറ്റ മസാലന് മതി. പിന്നെ ഞാൻ ഇതൊന്ന് മൂടി വെക്കുമ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ച് മൂടി വെക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ് മറിച്ചിട്ട് ഒന്നും കൂടി മൂടി വെക്കുക. അതിന് ശേഷം നമുക്കിത് എടുക്കട്ടോ. അപ്പോൾ അതെല്ലാം കൂടി കഴിഞ്ഞ് വന്നപ്പോൾ നമ്മളെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പാത്രങ്ങൾ കൂടുതലേക്കാരും മോറാൻ, അല്ലെങ്കിൽ ഈ പാത്രം ഉണ്ടാവില്ല എന്ന് നിങ്ങൾ ചോദിക്കും. അതെന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ ആവണ പാത്രം എൻ്റെതാണ് ഞാൻ പറയുന്നത്. ഞാൻ അപ്പം മോറി എടുത്തുകൊണ്ടാണ് അടുത്ത പണി ചെയ്യൽ. അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമുക്കത് നടക്കില്ല. ഓരോ പാത്രങ്ങളും ഇങ്ങനെ മോറി എടുത്തുകൊണ്ട് നിൽക്കൽ എന്തായാലും നടക്കൂല കേട്ടോ. അപ്പം മീനിൻ്റെ പൊരിയൊക്കെ കഴിഞ്ഞു. ഞാനും ഇമ്മി ചോറ് തിന്നാൻ നിൽക്കുകയാണ്. അപ്പോൾ മീൻ മുളകിട്ടതുണ്ട്, ചോറും മീൻ പൊരിച്ചതാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ചോറായി കഴിഞ്ഞതിന് ശേഷം പണിക്കാർക്ക് വെളുത്തുള്ളി ചമ്മന്തി, ഇടിച്ചക്ക ഉപ്പേരി, വെള്ളരിക്കറി, മീൻ മുളകിട്ടതും മീൻ പൊരിച്ചതുമാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ കൊടുത്തുകൊണ്ട് ഞങ്ങളൊന്ന് മരിപ്പിന് പോകാൻ. അപ്പോൾ ഇത് ഞങ്ങളെ അയൽവാസി തന്നെയാണ്. പിന്നെ നമ്മൾ എല്ലാം നമുക്കായിട്ടല്ല കേട്ടോ, അവർ എവിടെ പെയിൻ്റ് അടിക്കുകയാണെങ്കിലും നല്ല ക്ലിയർ ആയിട്ട് നന്ന വൃത്തിയാക്കിയാണ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മളെ ഇത് പുട്ടിയിടാൻ ഒരുപാട് സ്ഥലങ്ങൾ പുട്ടിയിടാണ്ടിരുന്നു. ഇപ്പോൾ ഈ പിന്നെ പെയിൻ്റ് അടിക്കാൻ സുഖമാണല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആവുമ്പോൾ മുമ്പത്തെമാര് ബ്രഷൊന്നും വേണ്ടല്ലോ പെയിൻ്റ് അടിക്കാൻ. അപ്പോൾ ഇതാ പുട്ടിയിടലും ഇതൊക്കെ കഴിഞ്ഞ് അവർ നല്ലോണം ക്ലിയർ ആക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കണ പരിപാടി ഉള്ളായിരുന്നു. അത്രക്കും ക്ലിയർ ആക്കിയിട്ടാണ് അവർ പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ മരിപ്പിനൊക്കെ മരിച്ചോടത്തൊക്കെ പോയി വന്ന് കുട്ടീനൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ കുപ്പിയിലാക്കണം. അപ്പോൾ കുറേശ്ശെ ഉള്ളത് ഇപ്പോൾ യൂസ് ചെയ്യാൻ ഒരു കുപ്പിക്കാക്കിയിട്ടുണ്ട്. തോനുള്ളത് വേറെ കുപ്പിയിലാക്കിയാണ്ട് എടുത്ത് വെക്കുകയാണ്. അതേമാതിരി കുരുമുളക് ഇത് ആണ്ട് എടുത്ത് വെക്കുകയും ചെയ്യും. കുറച്ച് ഒരു പാത്രത്തേക്ക് ഒരു കുപ്പിയിൽ ആക്കി വെക്കണുണ്ട്. ഏലക്കായ് പൊടി ഫ്രിഡ്ജിക്കും വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വെക്കണം എന്താ വെച്ചാൽ നമ്മൾ ദിവസം ഇങ്ങനെ എടുക്കുമ്പോൾ പിന്നെ എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും ആവുമോ എന്നുള്ള നല്ല പാൽച്ചായ കുടിച്ചിട്ട് അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.